ഹസൻ അശ്അരിക്ക് ഒരു കിതാബുണ്ട്, കിതാബുൽ ഇബാന ഫി ഉസൂലിദ് ദിയാന, അൽ ഇബാന ഫി ഉസൂലിദ് ദിയാന. ഇത് അബുൽ ഹസൻ അശ്അരി തങ്ങളുടെ ഒരു കിതാബാണ്. ഈ കിതാബിന് 5 നുസ്ഖ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ 4 നുസ്ഖകളിലും ഇമാം അബൂ ഹനീഫ തങ്ങൾ മുശ്രിക്കാണെന്ന് പറയുന്നതാണ്. കേട്ടോ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ് എന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ആര് പറഞ്ഞു എന്നാണ്? അബുൽ ഹസൻ അശ്അരി തങ്ങൾ പറഞ്ഞതായിട്ടാണ് 4 കോപ്പിയിലും ഉള്ളത്. ഇതെന്ത് ചെയ്തതാണ്? ഇവിടുത്തെ പുത്തൻ പ്രധാനക്കാർ കിതാബുൽ ഇബാന മാറ്റം ചെയ്ത് അതിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം അഅ്ളം അബൂ ഹനീഫ തങ്ങളെ മുശ്രിക്കാക്കുകയാണ് ചെയ്തത്. എന്നാൽ സഹീഹായ നുസ്ഖ കിട്ടിയത് ജാമിഉൽ അസ്ഹറിലുള്ള കയ്യെഴുത്ത് കോപ്പി, അൽ-ഇബാനയുടെ കയ്യെഴുത്ത് കോപ്പി. ആ കോപ്പിയിൽ നിന്ന് എടുത്ത് അതേ കോപ്പിയുടെ പകർപ്പ് അടിച്ചിട്ടുള്ള അൽ-ഇബാനയിൽ കാണാം. എന്താണ്? ഒരാൾ ഇദ്ഹബ് ഇലാ അബീ ഹനീഫത്തൽ മുശ്രിക്കി ഫഇന്നി സമിഅ്തു അന്നഹു ഖായിലുൻ ബിഖൽഖിൽ ഖുർആൻ ഫഖുൽ ലഹു അന ബരീഉം മിൻഹു വഹുവ ബരീഉം മിന്നി. ഒരു ശിഷ്യനെ ഉസ്താദ് പറഞ്ഞേക്കുകയാണ്, അബൂ ഹനീഫ എന്ന ആളെ അടുക്കൽ ചെല്ലുക, അദ്ദേഹം മുശ്രിക്കായിട്ടുണ്ട്, ഖുർആൻ ഖൽഖ് ചെയ്യപ്പെട്ടതാണെന്ന് പറയുന്ന ആളാണ്, അതുകൊണ്ട് അയാളോടൊരു വിവരം കൊടുക്കണം, ഞാനും അയാളുമായി ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് വിവരം കൊടുക്കണമെന്ന കത്തുമായി അയച്ച സംഭവം ഇമാം അബുൽ ഹസനുൽ അശ്അരി തങ്ങൾ തന്റെ കിതാബുൽ ഇബാനയിൽ എടുത്തുദ്ധരിച്ചുകൊണ്ട് അബുൽ ഹസൻ അശ്അരി അവിടെ അതിന്റെ ഇടയിലൊന്ന് പറഞ്ഞു, ഹാസൽ ഇമാമു അബൂ ഹനീഫ. കേട്ടോ, ഹാസൽ ഇമാമു അബൂ ഹനീഫ فإن هذا بهتان عظيم وافتراء عليه فإن أبا حنيفة الإمام الأعظم من أكبر إمام أهل السنة والجماعة. ആരാ പറയുന്നത്? അബുൽ ഹസൻ അശ്അരി തങ്ങൾ പറയുന്നു, ഈ പറഞ്ഞത് അബൂ ഹനീഫ ഇമാമിന്റെ മേൽ കള്ളം വെച്ച് കെട്ടിയതാണ്. അബൂ ഹനീഫ ഇമാം മിൻ അക്ബരി അഇമ്മത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുകളെ കൂട്ടത്തിൽ നിന്ന് വലിയ ഇമാമിൽപ്പെട്ട ആളാണ് എന്ന് അബുൽ ഹസനുൽ അശ്അരി തങ്ങൾ തന്റെ ഇബാനയിൽ പറഞ്ഞ ഈ വാചകം എടുത്ത് കട്ടുവെച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളത് കൂട്ടിച്ചേർത്ത് അടിച്ചുകൊണ്ടാണ് ഇന്ന് അൽ-ഇബാന എന്ന കിതാബ് വിതരണം ചെയ്യുന്നത് എന്ന് എന്റെ ആലിമീങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ചെയ്യാനുള്ള പദ്ധതികളെ സംബന്ധിച്ച് നാളെ ഇൻഷാ അല്ലാഹ് വൈകുന്നേരം ഇവിടെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ ആ പദ്ധതികളിൽ ഇത്തരം കൃത്രിമങ്ങൾ ചെയ്തിട്ടുള്ള കിതാബുകളെയും അതുപോലെ മറ്റ് അൽ മക്തബത്തു ഷാമില എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാ കിതാബുകളെയും സിഡിയിലൂടെ അയക്കുന്നതിൽ കാണുന്ന തെറ്റുകളെയും എല്ലാം കണ്ടുപിടിക്കാനുള്ളൊരു പദ്ധതിയെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഞാൻ പറയുകയാണ്, ഇങ്ങനെ ബിദ്അത്തുകാരിതാ ഇവിടെ കിതാബ് അച്ചടിച്ച് അതിൽ കള്ളത്തരം കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവിധ നുണകളും എഴുതി ചേർത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെപ്പറ്റിയായി പറഞ്ഞത്? ഇമാം അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരെപ്പറ്റി മാലിക് ഇമാം പറഞ്ഞത് എന്താണ്? കുല്ലു മൻ തഹ്ത അദീമിസ് സമാഇ ബഅദ അബീ ഹനീഫത ഫഹും ഇയാലുഹു. അബൂ ഹനീഫ ഇമാമിന്റെ ശേഷം ഈ ലോകത്ത് വന്ന മുഴുവൻ പണ്ഡിതന്മാരും അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യന്മാരാകുന്നു, മക്കളാകുന്നു. അത്രയും വലിയ ഇമാമു അഅ്ളം അവരെപ്പറ്റി മുശ്രിക്കാണെന്ന് വരുത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ശ്രമം നടക്കുകയാണ്.
അതുപോലെ വേറെ ഒരു കിതാബുണ്ട്, കിതാബ് ഇബ്നു അഹ്മദ് എന്ന് പറഞ്ഞിട്ട് അഹ്മദ് ഇബ്നു ഹംബലിന്റെ മകന്റെ പേരിൽ ഉള്ള ഒരു കിതാബും ഉണ്ട്. ആ കിതാബിലും അബൂ ഹനീഫ ഇമാം മുശ്രിക്കാണെന്ന ഫത്വകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അത് മുഴുവനും കള്ളത്തരമാണെന്ന് അതേ കിതാബ് തന്നെ അതിന്റെ യാഥാർത്ഥ്യം എടുത്തു മറിച്ച് നോക്കിയാൽ കാണാം. മായം ചേർത്ത ഇബ്നു അഹ്മദ് ഈ കിതാബിലാണ് ഈ പറയുന്ന കള്ളത്തരങ്ങളുള്ളത്. അതിന്റെ 2 നുസ്ഖയും മർക്കസു തഖാഫത്തി സുന്നിയയിലുണ്ട്. നിങ്ങൾക്ക് വന്നു നോക്കിയാൽ കാണാവുന്നതാണ്. ശരിയായ കിതാബിൽ അതില്ല. പിന്നീട് പുതിയതായി ഒന്ന് ചേർത്തുകൊണ്ട് അഹ്മദ് ഇബ്നു ഹംബലിന്റെ മകനാണ് പറയുന്നത്, അപ്പൊ അത് ശരിയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇമാം അബൂ ഹനീഫ തങ്ങളെ മുശ്രിക്കാക്കിയിട്ട് അവർ കിതാബ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കിതാബുകളും മാറോലുകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് അശാഇറത്ത് അശ്അരി എന്ന് പറയുന്നു മടിക്കേണ്ടതില്ല. അശാഇറത്ത്, പിന്നെ മാതുരീദിയ്യത്ത്, അശ്അരിയത്ത് മാതുരീദിയ്യത്ത്, ആ രണ്ടും തമ്മിൽ വ്യത്യാസം അഖീദയിൽ ഇല്ല. അശ്അരിയത്ത് മാതുരീദിയത്ത് അബൂ മൻസൂർ മാതുരീദി തങ്ങളും ഇതേ നിലക്ക് തന്നെ മുഅ്തദിങ്ങൾക്ക് റദ്ദ് ചെയ്ത് ഹക്കും ബാത്തിലും വേർതിരിച്ച് തന്ന ആളാണ്. അത് രണ്ടും അഖീദയിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇബ്നു അസാക്കിർ തങ്ങൾ പറയുന്നു, ഇദാ ഖീല അൽ അശാഇറ ഫൽ മുറാദു ബിഹി അൽ അശ്അരിയത്തു വൽ മാതുരീദിയത്തു. ചിലപ്പോൾ അശാഇറ എന്ന് പറഞ്ഞാൽ തന്നെ അശ്അരിയത്തും മാതുരീദിയത്തും രണ്ടും ഉൾപ്പെടാം. അവരുടെ ചെറിയ ഒരു തക്വീനും തന്റെ സിഫത്തുണ്ടോ അതുണ്ടോ എന്നുള്ള ഇസ്തിലാഹികളിലുള്ള തർക്കമല്ലാതെ വേറെ വിശ്വാസപരമായ തർക്കമില്ല. അതുകൊണ്ട് അങ്ങനെ ആ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി തങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വിശ്വാസമല്ല, ഒരു പുതിയ മദ്ഹബല്ല. ഇമാം സുബ്കി തങ്ങൾ തബക്കാത്തിൽ വളരെ വ്യക്തമായി ഇന്നമാ ലം യുൻശി മദ്ഹബൻ ജദീദ, അദ്ദേഹം ഒരു പുതിയ മദ്ഹബ് കൊണ്ടുവന്നിട്ടില്ല, അദ്ദേഹം എല്ലാം കോർവ ചെയ്ത് തന്നിട്ടുള്ളതാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു. പിന്നെ എല്ലാ കിതാബിലും കെട്ടിക്കടത്തുക അങ്ങനെ. ഇപ്പോൾ കിതാബുൽ ഗുന്യത്തിൽ താലിബി തരീഖുൽ ഹഖ് ഗൗസുൽ ആദമിന്റെ ഗുന്യത്ത് കിതാബ്, അതിലും വെള്ളം ചേർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിലുണ്ട് കള്ളത്തരം ചേർത്തിയിട്ട്. ഇവർക്കെന്താണോ വാദം അതിനനുസരിച്ച് കിതാബിൽ കൂട്ടിച്ചേർക്കുക. ഇൻഷാ അള്ളാഹ് ഈ ഇബാന അതിന്റെ ശരിയായ നുസ്ഖ ഞങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ അഹ്മദ് ഇബ്നു ഹംബലിന്റെ മകന്റെ കിതാബ് ഞങ്ങൾ ശരിയായ നുസ്ഖ കൊണ്ടുവന്നു. അതുപോലെ ഇതും ഇൻഷാ അള്ളാഹ് അടുത്ത സമയത്ത് അതിന്റെ ശരിയായ നുസ്ഖ കൊണ്ടുവരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ സംബന്ധിച്ച് മാനവിയായ നിക്കാരം മതി എന്നാണ് ഗൗസുൽ ആലം പറഞ്ഞത്. ഞാൻ ഖാദിരിയാണ് കൂതിരിയാന്ന് പറഞ്ഞ് നടക്കുന്ന കളശേഖന്മാർ ഗൗസുൽ ആലമിന് മേൽ ഒരുപാട് വെച്ചിട്ടിരുന്നു. തഫ്സീറുൽ ജീലാനി, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ തഫ്സീർ ഖുർആൻ അവ്വൽ മുതൽ ആഖിർ വരെ 114 സൂറത്തിൽ 113 എണ്ണത്തിലാണല്ലോ ബിസ്മിയുള്ളത്. ആ 113നും 113 തഫ്സീർ പറഞ്ഞുകൊണ്ട് ഗൗസുൽ ആലം തഫ്സീർ എഴുതിയിട്ടുണ്ട്. ആ തഫ്സീറിൽ ഓരോ സൂറത്തിലും അലൈക അൻ തഖുദ ബിശ്ശരീഅ വഅൻ തദ്ഖുലൽ ഹഖീഖത ബിതരീഖി ശരീഅ, ശരീഅത്തിലൂടെ നീ ഹഖീഖത്തിൽ കടക്കണം. ശരീഅത്തില്ലാതെ ഹഖീഖത്ത് കിട്ടൂല, ശരീഅത്തില്ലാതെ തരീഖത്ത് കിട്ടൂല എന്ന് ഗൗസുൽ ആലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ മഹാന്മാരുടെ കിതാബുകളൊക്കെ പരതിപ്പിടിച്ച് ഇൻഷാ അള്ളാഹ് നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരികയും അടിക്കുകയും എല്ലാം ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിർത്തുന്നു.